ഒരു വട്ടം കോരിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കോരിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം. മരമൊന്നൂലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വെക്കു ഞങ്ങളിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകേ നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. 1987-92 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമമാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അതിന് മുൻകൈ എടുത്ത നമ്മുടെ സഹപാഠികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതിനിവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം 92 ആ കാലഘട്ടം കഴിഞ്ഞ് നമ്മുടേതായ വഴികളിലേക്ക് സ്കൂൾ മാറി പോവുകയും അതുപോലെ ജോലി സംബന്ധമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും പിന്നെ വിവാഹം കഴിയുകയും അങ്ങനെ ഓരോ കുടുംബജീവിതം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിനിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സഹപാഠികളെ ഒരുമിച്ച് കണ്ട് എല്ലാവരും സൗഹൃദം പങ്കിടുന്നുള്ള ഒരു അവസരം ഒരുക്കി തന്നതിനും അതുപോലെ അതിനേക്കാളേറെ സന്തോഷം തോന്നുന്നത് നമ്മുടെ അധ്യാപകരായ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടുന്ന നമുക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു വന്ന ഗുരുക്കന്മാർ അവരോട് സംവദിക്കാനുള്ള ഒരു അവസരമാണ് ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിന് നമ്മളെല്ലാവരും വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സഹപാഠിയായ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രജിത്താണ്. ആദ്യമായി ഞാൻ രജിത്തിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് ടീച്ചറായിരുന്ന തങ്കമണി ടീച്ചറാണ്. ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. നമുക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നമ്മുടെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ശ്രമകരമായ പരിശ്രമം നടത്തി നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ച തങ്കമണി ടീച്ചർക്ക് എപ്പോഴും മായാത്ത പുഞ്ചിരിയുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന തങ്കമണി ടീച്ചറെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
അടുത്തത് ഞാൻ ക്ലാസ് വൈസ് ആയിട്ടാണ് പറയുകയാണ്. 2ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനായിരുന്ന മുരളി മാഷ്. മാഷിയുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ 2ാം ക്ലാസ്സിലെ കണക്ക് കൂട്ടലും മലയാളത്തിലെ ബാബുവിന്റെ ബാബുവിനായിട്ട് കരയുന്ന പാവയുണ്ടായിരുന്നു. ആ പാവ ചവിട്ടിയാൽ കരയും. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ വരികയാണ്. അതുപോലെ ഒരു വണ്ടത്താൻ്റെ ഒരു സ്കൂളിൽ പോകാൻ മടിയായ ഒരു കുട്ടി, ആ കുട്ടി നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളൊക്കെ എന്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്ന ഒരു പാട്ടുണ്ട്. അതൊക്കെ പാടാൻ പറ്റുമെങ്കിൽ പിന്നെ പാടാം. വണ്ടത്താനേ വണ്ടത്താനേ കളിയാടിടാൻ വരുമോ. ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഉപകാരപ്പെട്ടു. കാരണം എന്ന് വെച്ചാല് എന്റെ മകൾ ഇവിടെ LKG പഠിക്കാണ്. അപ്പൊ ഇടക്കാലത്ത് 2 ദിവസം സ്കൂളിൽ വരാൻ ഭയങ്കര മടി. അന്ന് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഇവിടുന്ന് ടീച്ചർമാരെ വന്നിട്ട് 2 ദിവസം വന്ന് കൂട്ടിക്കൊണ്ട് വന്നു. 3-ാം ദിവസം വീണ്ടും ഇതന്നെ അവസ്ഥ, സ്കൂളിൽ വരാൻ ഭയങ്കര മടി. അപ്പൊ ഞാൻ ഈ പാട്ട് കൊടുത്തു. LKG കുട്ടിയാണെങ്കിലും അതിന്റെ അർത്ഥം വേഗത്തിൽ മനസ്സിലായി. കാര്യം എന്താണ്, ദിവസം തന്നെ സ്കൂളില് മടിയൊന്നും കൂടാതെ വരാൻ വേണ്ടി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കാൻ കാരണം മാഷിന്റെ അങ്ങനത്തെ പഠിപ്പിക്കുന്ന രീതി കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി എല്ലാവർക്കും സഹായകരമായ, എല്ലാവരെയും സഹായിച്ച, അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത 2ാം ക്ലാസ്സിലെ അധ്യാപകനായ മുരളി മാഷിനെ ഞാൻ എല്ലാവരുടെ പേരിലും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ 3ാം ക്ലാസ്സിലെ അധ്യാപകനായ മുഖത്തെ എപ്പോഴും പുഞ്ചിരിയുമായി മൂളിപ്പാട്ടുമായി ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന മനോഹരമായി വളരെ ഇനത്തിൽ കവിത ചൊല്ലി ഇപ്പോഴും മായാതെ മനസ്സിൽ കവിത നിലനിൽക്കുന്നതിന് കാരണമായ നമ്മുടെ സുധാകരൻ മാഷാണ്. ഇപ്പോഴും അധികം 3ാം ക്ലാസ്സിലെ ക്ലാസ് മാഷാണെങ്കിൽ 5ാം ക്ലാസ്സിലെ കവിതയാണ് മനസ്സിൽ വരുന്നത്. സ്വാഗതം കുഞ്ഞിക്കാറ്റേ പൊന്നിടം കാറ്റേ നിന്റെ ആഗമം പ്രതീക്ഷിച്ചു തന്നെ ഞാനിരിക്കുന്നു. ആ ട്യൂണിൽ തന്നെ ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തായാലും ഈ ട്യൂണൊക്കെ മനസ്സിൽ വരാൻ കാരണം മാഷിന്റെ മൂളിപ്പാട്ട് കൂടിയാണ്. അപ്പൊ ഞാൻ മാഷ് സന്തോഷത്തിന്റെ ഭാഷയില്, ഹൃദയത്തിന്റെ ഭാഷയില് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. നമ്മുടെ 4ാം ക്ലാസ് ആണ് ഈ കാണുന്ന സ്റ്റേജ്. 4ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്ന ടീച്ചർ. ടീച്ചർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ 3ാം ക്ലാസ്സിലെ വഴിയിലൂടെ ഇങ്ങോട്ടേ കടന്നു വരുന്ന സമയത്ത് ടീച്ചറുടെ സാരിയുടെ തുമ്പ് ഒന്ന് പിടിക്കാനുള്ള ഒരു വെപ്രാളായിരിക്കല്ലോ. അപ്പൊ ആ വരുന്ന വഴിക്ക് ആ സാരിയുടെ ടീച്ചറും കൂടെ കടന്നു വരണ്ടേ. ആ വരുന്ന സമയത്ത് ടീച്ചറുടെ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ 4ാം ക്ലാസ് എത്തിയപ്പോഴ് ടീച്ചറുടെ ആ പതുങ്ങിയ ആ സംസാര രീതിയും അവിടെ എന്താ പറയണ്ടേ ഇംഗ്ലീഷിലെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞ ടീച്ചറാണ്. ടീച്ചറെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് 5ാം ക്ലാസ്സിലെ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ കണക്ക് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചാണ് എനിക്ക് ഭയങ്കര വിഷമമുള്ള, ഇപ്പോഴായാലും അതെ ഭയങ്കര വിഷമമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ആ കണക്കിനെ വളരെ ലളിതമായി എന്നിലേക്ക് എത്തിക്കുകയും ഇപ്പോഴും ആ ടീച്ചറിന്റെ ആ പഠനയിലേക്ക് ഓർമ്മിച്ചിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തും. എന്നാലും പ്രശ്നം തന്നെ അതിനുള്ള ശ്രമം ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഹിന്ദി അക്ഷരമാല നമുക്ക് പകർന്നത് ജസ്റ്റ് ടീച്ചറാണ്. ടീച്ചറെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചർ ഉണ്ടായിരുന്നു, നമ്മുടെ പുഷ്പ ടീച്ചർ. ആഴ്ചയിൽ 2-3 ദിവസമാണ് നമുക്ക് വരുന്നത്. അപ്പൊ തുന്നലിന്റെ രീതി സൂചി നൂലെടുത്തൊരു വെള്ള തുണിയില് തുന്നൽ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഞാൻ ഇപ്പോൾ തുന്നൽക്കാരി കൂടിയാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മിഷൻ വാങ്ങി ചെയ്യുന്നത്. അപ്പൊ ടീച്ചറുടെ ശ്രമം കൊണ്ടായിരിക്കും ഇങ്ങനെ രീതിയിലേക്ക് എത്തിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എന്റെ കാര്യം മാത്രം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ടീച്ചറെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിരുന്ന ടീച്ചർ. ടീച്ചറുടെ അടുത്ത് ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഞാൻ അതൊക്കെ കേൾക്കാറുണ്ട്. സമയം കഴിക്കാനും ചിലപ്പോൾ ടീച്ചറുടെ ഒരു ശിക്ഷണ രീതി കൂടാതെ ടീച്ചർ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ടീച്ചറെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്.
കൂടാതെ ഇവിടെ ആശംസാ പ്രസംഗം നടത്താൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ ഹെഡ് ടീച്ചറായിട്ടുള്ള റീജ ടീച്ചറും അതുപോലെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന ഫസീല അവരുകളുമാണ്. അപ്പൊ റീജ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എന്റെ മോൾ ഇവിടെ LKG-യിലാണ് ടീച്ചർ, എന്റെ മോളുടെ കൂടെ ടീച്ചറാണ്. അപ്പൊ എല്ലാ പ്രവർത്തനം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയ ടീച്ചറാണ്. ടീച്ചറെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസാ പ്രസംഗം അറിയിക്കുന്ന എന്റെ മകളുടെ കൂടെ പഠിക്കുന്ന നേനിയുടെ ഉമ്മ കൂടിയാണ്. അവരെയും ഞാൻ ഫസില അവളെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ സഹപാഠി കൂടിയായ ഈ പരിപാടി ഇങ്ങനെയൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ച ലിജേഷ് ആണ്. ലിജേഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് സഹായിക്കുന്ന ഇവിടുത്തെ മറ്റ് അധ്യാപകര്, അതുപോലെ നമ്മുടെ സഹപാഠികൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാ ആൾക്കാരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സഹപാഠിയായ രജിത്തിനെ ക്ഷണിക്കുന്നു. അധ്യാപക തങ്കമണി ടീച്ചർ, അതുപോലെ തന്നെ സുധാര മാസ്റ്റർ, മുരളി മാസ്റ്റർ, ജയശ്രീ ടീച്ചർ, അതുപോലെ തന്നെ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, PTA പ്രസിഡന്റ്, ഇപ്പോഴത്തെ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വയനാടിന്റെ കവിതകളിൽ പറഞ്ഞതുപോലെ ഒരു വട്ടം കൂടി ഞാൻ തിരുവനന്തപുരത്തെത്തുവാൻ എന്ന വരികളെ അനർത്ഥമാക്കുന്ന ഒരു വളരെ സന്തോഷമായ ഒരു സായാഹ്നമാണ് നമ്മൾ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ 2 മാസം മുന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. ഒരു 2 മാസം മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി വിജയൻ എന്നെ വിളിച്ചിരിക്കുന്ന നമുക്കൊരു കൂട്ടായ്മ, നമ്മുടെ ബാച്ച് 8792 എന്ന ഒരു ബാച്ച് നമുക്കൊരു കൂട്ടായ്മ നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടായ്മ നടത്തുന്നതിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി, അവിടെ നമ്മുടെ സഹപാഠികളൊക്കെ അത് ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്ര കൂട്ടായ്മ നടത്താൻ പറ്റൂ. എനിക്ക് സത്യത്തിൽ നമ്മൾ ഭയമുണ്ടായിരുന്നു. കാരണം ആരാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഒരുമിച്ച് പഠിച്ചുകൊണ്ടുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവരുമായിട്ട് ഞങ്ങളുടെ പിതാവുമായി ബന്ധപ്പെടുക എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ 22 പേരെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമാണ്. എല്ലാവരും വളരെ എന്താ പറയാ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പുറം നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയണ്ട വാട്സപ്പിലൂടെ തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡേറ്റ് മെയ് 7-ാം തീയതി അതിനുള്ളൊരു ഡേറ്റ് കണ്ടിരുന്നു. പക്ഷെ 1-2 ആൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു മെയ് 7-ാം തീയതി തന്നെ നമുക്ക് നടത്തുന്ന ഒരു വാശിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാ മാഷന്മാരെയും നേരിട്ട് തന്നെ നമ്മൾ ഫോണിലൂടെയാണ് വിളിച്ചത്. പക്ഷെ നമ്മൾ നേരിട്ട് നമുക്ക് ആരും ഇവിടെന്ന് പറയുന്നു ഓരോരാളെ ഇങ്ങനെ ബന്ധപ്പെട്ട് സുധാരണ മാഷയും ജയശ്രീ ടീച്ചറെയും തങ്ങൾ ടീച്ചറെയും നമുക്ക് ഇവിടെ അടുത്തുള്ളത് തന്നെ നമുക്കറിയാം. പക്ഷെ മുരളി മാഷും ടീച്ചറൊക്കെ കുറച്ച് ഭൂമിയായിരുന്നു. മുരളി മാഷ് ആദ്യം നിന്നത് കാപ്പുങ്ങൾ എന്ന സ്ഥലത്താണ്, ഇപ്പോൾ ഇടയിലൂടെ താമസിക്കുന്നത്. അപ്പൊ ദിവ്യയുടെ ഒരു റിലേഷൻ എന്നതിൽ മുരളി മാഷുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും നമ്മൾ പോയപ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ എന്താ പറയുക നമ്മളോടുള്ള എന്താ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. തീർച്ചയായിട്ടും ആരും വരാൻ പറ്റാറുള്ളൂ. ഏറ്റവും അടുത്തുള്ള നമുക്ക് ജയശ്രീന്റെ സുധാരണ ഭാഷയായിരുന്നു. അവരവിടെ ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. അവരെ കൊണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. അപ്പൊ നമ്മൾ വിളിച്ചവരൊക്കെ ഇവിടെ വന്ന് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുത്തു. അത് അവര് എന്താ പറയുക നമ്മളെ അധ്യാപകർ, നമ്മുടെ സഹപാഠികളെ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വിളിച്ചവരിൽ വരാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാരേ ഉള്ളൂ. ബാക്കിയൊക്കെ വിദേശത്തുള്ളത്. വിദേശത്തുള്ള കൂട്ടർ ഈ പരിപാടിയിലേക്ക് അവര് ഇന്നലെ തന്നെ എല്ലാവരും നമ്മളെ ഫോൺ വിളിച്ച് ആശംസ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ സനൽ ഓസ്ട്രേലിയയിലുള്ളത്, ഒന്ന് അർച്ചന അബുദാബിയിലുള്ളത്. ഏറ്റവും വളരെ സന്തോഷം തോന്നിയത് സൗമ്യ അബുദാബിയിൽ ഇന്നലെ കാലത്തെത്തി ഈ പരിപാടി പങ്കെടുത്തുള്ളത്. വളരെ അഭിനന്ദനം. 2 ആൾക്കാർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. സൗമ്യ പരിപാടി വളരെ സന്തോഷമുണ്ട്. ഇതിനായിട്ട് ഗൾഫിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത സൗമ്യ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ അധികം
പിന്നെ അധ്യക്ഷന്റെ അധികം എന്താണ് സംസാരിച്ചത് നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ 2 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. തുടങ്ങാൻ തീരെ കാണിച്ചത് ഇപ്പൊ 3:30 അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ രാത്രി നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല. കാരണം കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അധ്യക്ഷൻ എന്ന കടമയിലേക്ക് ഞാൻ നടക്കുകയാണ്. ഈ പരിപാടി ഔദ്യോഗികമായിട്ട് വളർന്നു വെക്കുകയാണെങ്കിൽ തങ്കമണി ടീച്ചർ നമ്മുടെ പ്രഥമ അധ്യാപക. അപ്പോൾ തങ്കമണി ടീച്ചറെ ഈ പരിപാടിയിലേക്ക് വളർന്നു വെപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ആദ്യമായി കുട്ടികളോടും എല്ലാവരും ഒത്തുകിട്ടണം എന്ന് കാണണം. എന്നെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന സംഭവം. പക്ഷേ അതിന് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഇത് നിർബന്ധിച്ചിട്ട് നമ്മൾ എനിക്ക് ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അസുഖമൊന്നും ഞാൻ മാറ്റിവെച്ചു. അങ്ങനെയാണ്. ഏതായാലും ഇപ്പൊ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു വട്ടം കൂടി പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ സംഘമോ ഇത്ര പിന്നെ പോലത്തെ സംഘമോ അത് കോളേജിലും ഹൈസ്കൂളിലും എല്ലാ പേപ്പറിലും കാണാറുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹം എല്ലാവർക്കും മാത്രമേ ഉണ്ടാവും. കുറിപ്പിൻ്റെ ഒരു ചെറിയ കവിതയുണ്ട്. ഒരു വട്ടം കൂടി പ്രിയപ്പെട്ട സഹാധ്യാപകരെ,
ഞാനിവിടെ നിൽക്കുന്നത് അതിയായ സന്തോഷത്തോടും കൂടിയാണ്. അതിലുപരി ഒരല്പം അഭിമാനവും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ടീച്ചറ് സൂചിപ്പിച്ചതുപോലെ ഈ പൂർണ്ണകാല സംഗമങ്ങൾ സാധാരണ നടക്കുക ഹൈസ്കൂളിൽ, കോളേജ് ലെവലിലൊക്കെയാണ്. ഒരു പ്രൈമറി സ്കൂളിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ ജീവിതത്തിൻ്റെ പല മേഖലയിലേക്കും കടന്നു ചെന്നതിന് ശേഷം ഈ പ്രൈമറി സ്കൂളിനെ ഓർക്കുക വളരെ അപൂർവമായിട്ടാണ്. എന്നാൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള എല്ലാ സർവ കമ്മീഷൻ റിപ്പോർട്ടുകളിലും അവർ അടിവരയിട്ട് പറയുന്ന വിദ്യാഭ്യാസ മേഖല പ്രൈമറി വിദ്യാഭ്യാസം. പക്ഷെ പെട്ടെന്ന് അത് ഓർക്കാറില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടില് ആദ്യമായിട്ടായിരിക്കും ഇതിങ്ങനെ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള പഠിച്ചിരുന്ന ആ കാലത്തെ വിദ്യാലയത്തെ ഓർക്കുന്നതും അന്നത്തെ അധ്യാപകരുമായിട്ട് ഒന്ന് സംഗമിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതിലാണ് എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നിയത്. ഇപ്പൊ നമ്മൾ പഠിച്ച് സ്കൂളിൽ നിന്നെല്ലാം പഠിച്ച് പുസ്തകങ്ങളിൽ നിന്നെല്ലാം ധാരാളം അറിവ് കിട്ടി നമ്മൾ ജീവിതം ആരംഭിച്ചു. അപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലെ ഒരു ആഹ്വാനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് പഠിച്ച അറിവുകളും സ്കൂളിൽ നിന്ന് പഠിച്ച അറിവുകളും നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആ അറിവുകളെ നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹവുമായി ഇടപെടുകയും സമൂഹത്തിലെ പുത്തൻ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ആലോചനയിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആർജിച്ച അറിവുകൾ നമുക്ക് പ്രയോജനപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ മനസ്സിലിട്ട് പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് നടത്താമെന്ന് തീരുമാനിച്ചതും വളരെ സന്തോഷകരമായിട്ടുള്ള ഇതുപോലുള്ള ഒരു ഒത്തുചേരലിന് സമയം കിട്ടിയത്. അത് നല്ലതാണ്, മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. ആ അഭിനന്ദനത്തിൽ ഞാനും പങ്കുചേരുന്നു. മറ്റൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പലരെയും നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരില്ല. അവർക്ക് ശാരീരികമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മളിവിടെ സ്കൂൾ വിട്ടതിന് ശേഷം അന്ന് അവർ കൊച്ചു കുട്ടികളായിരുന്നു, ഇപ്പോൾ വലിയ ആളുകളായി. അപ്പോൾ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് പേര് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ആ കുട്ടിയാണെന്നുള്ളത്. നമ്മുടെ മനസ്സിനെ ആകർഷിച്ച എന്തെങ്കിലും ഒന്ന് ആ കുട്ടികളിൽ ഉണ്ടാവും. അത് നേരെ തിരിച്ചു അങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തില് ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിരിക്കുന്നു. ഈ അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ മാത്രമല്ല, അച്ഛനും അമ്മയും ഗുരുക്കന്മാരുടെ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ അമ്മ തൊട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഗുണം ആകർഷിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കിയതായിരിക്കും ഓരോ കുട്ടിയുടെയും മഹിമയ്ക്ക് കാരണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ചിന്തയുണ്ട്. അങ്ങനെ ഒരു ഗുണം നിങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളെയൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ കഴിയപ്പെട്ട കുട്ടികൾ പിന്നീട് അവരെ കാണുന്ന സമയത്ത്
അതിൻ്റെ ആ ശൈശവത്തിലുണ്ടായ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലിങ്ങനെ വരും. കുട്ടിക്കാലത്ത് ഇവിടെ കരഞ്ഞ് സ്കൂളിൽ പിടിച്ച് കിട്ടി കരഞ്ഞുകൊണ്ട് നൃത്തശീലൊക്കെ കൂട്ടിയിരുത്തിയ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഓർമ്മകളെ പുതുക്കാൻ, ഒരു ഉത്തേജനം തരാൻ, പുതിയ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇങ്ങനൊരു സമയം ഉണ്ടാക്കി തന്ന, ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. രഞ്ജിത്ത് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പൂർവ പ്രഥമ അധ്യാപിക ശ്രീമതി തങ്കമണി ടീച്ചർ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ മുഴുവൻ ആളുകളെ, എൻ്റെ സംഘട സഹകാരികളായ പഴയകാല പൂർവകാല അധ്യാപക സുഹൃത്ത് ശ്രീ സുധാകരൻ മാസ്റ്റർ, ജയശ്രീ ടീച്ചർ, ഉഷ ടീച്ചർ, പുഷ്പ ടീച്ചർ എന്നിവർക്കും ഞാൻ, അതുപോലെ തന്നെ ഈ സ്കൂളിൽ 100 വർഷത്തിന് 100 വർഷം ആയിരുന്നു അല്ലേ കഴിഞ്ഞു. 100 വർഷത്തിന് ഇടയിൽ ഇവിടെ അധ്യാപനം നടത്തിയ പൂർവ സൂര്യകളായ അധ്യാപക അഭിനന്ദ്യ അധ്യാപകർക്ക് ഞാൻ മരിച്ചുപോയ ആളുകൾക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വിട്ടുപോയ ആളുകൾക്ക് എൻ്റെ അനുസ്മരണവും രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ, ഈ പരിപാടിയിൽ എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഹൃദയംഗമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു പരിപാടി, അതായത് നിലവ്, ഇതൊരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾക്കും, അതുപോലെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മറ്റ് രക്ഷിതാക്കൾക്കും, അതുപോലെ ഈ പിഞ്ചു കുട്ടികളും, ചെറിയ കുട്ടികളെ കാണുന്നുണ്ട്, ആ കുട്ടികളും എന്നെ ശ്രമിക്കുന്നവർക്കും ഞാൻ അനേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ കാലത്തും ഈ സ്കൂളിൽ ഇന്ന് പുതിയ ഒരു സംരംഭമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഒരു ഫാഷൻ എന്ന നിലക്ക് SLC, +2, കോളേജ് ലെവല്, എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ, അതായത് ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് കോളേജുകളിൽ. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, മറ്റ് കർഷക തൊഴിലാളികളുടെ കൂട്ടായ്മ, കുടുംബശ്രീക്കാരുടെ കൂട്ടായ്മ, അതുപോലെ ഇങ്ങനെ പലതരത്തിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, അധ്യാപകരുടെ കൂട്ടായ്മ, ഒരുപാട് കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു വിദ്യാർത്ഥികൾ, അതായത് ഈ കൊച്ചു വിദ്യാർത്ഥികളല്ല, 35-42 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇന്ന്. 42-45 വയസ്സിനിടയിലുള്ള അന്നത്തെ കൊച്ചുകുട്ടികളാണ് ഇന്ന് മുതിർന്നവർ. ആ മുതിർന്നവർ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക്
ഞാൻ സകലവിധ ആശംസകൾ നേരുന്നു. ഇവിടെ സന്നിഹിതരായ കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സൗഖ്യ സന്തോഷ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയശ്രീ ടീച്ചർ ക്ഷണിച്ചു. പ്രിയപ്പെട്ട സഹാധ്യാപകരെ, ടീച്ചറെ, പിന്നെ കുട്ടികളെ, നിങ്ങൾ 5ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കുട്ടികളെന്നാ പറയുന്നത്. പിന്നെ എൻ്റെ മക്കളാണ്. പിന്നെ നിങ്ങൾ ഈ കണക്കിനെ കുറിച്ചോ ഞാനത്തെ ക്ലാസ്സിനെ കുറിച്ചോ ഒക്കെ പുറത്തുനിന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമായിട്ട് തോന്നുന്നതാണ്. അതുപോലെ നമ്മൾ TV-യിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ കാണുമ്പോൾ എപ്പോഴും പറയുന്ന ആ കുട്ടിയെ കണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഇന്നയാളെ പോലെയുണ്ട്, വിജേഷിനെ പോലെയുണ്ട്, ബാബൂട്ടെ, നമ്മുടെ ടോപ് സിംഗറിലെ ഇപ്പോഴത്തെ കുട്ടി ബാബൂട്ടിനെ കാണുമ്പോൾ എടാ പണ്ടത്തെ കുഞ്ഞി വിജേഷിനെ പോലെ ഇല്ലായിരുന്നു തമ്മിൽ എപ്പോഴും ഒരു കുട്ടിയെ കണ്ടാലും താരതമ്യം ചെയ്യുന്ന സന്ദർഭമുണ്ട്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ എപ്പോഴും വിചാരിക്കുന്നുണ്ട്, പിന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴായിട്ട്. പിന്നെ ഇപ്പൊ എല്ലാവരെയും കണ്ടപ്പോ മുഖമെല്ലാം മാറിപ്പോയിരിക്കുന്നു, പേര് തന്നെ മറന്നുപോയി. ചിലവരെ കാണും. അപ്പൊ ഇതിനിടയിൽ ഞങ്ങള് മുളക് പൊടിക്കാൻ പോയപ്പോ ഒരു കുട്ടീനെ കണ്ടു, ഷൈൻ. അവനെ കണ്ടപ്പോ അണ്ണനെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ നിങ്ങള് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞങ്ങളങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടാല് ഞങ്ങളെ ഒന്ന് ടീച്ചറെ വിളിച്ചാല് വളരെ സന്തോഷമായിരിക്കും. ഞാൻ നമ്മളിപ്പോ മുറിയയിൽ പോയപ്പോ ഞാൻ പറയും, എടോ ഇവിടെ എവിടെയെങ്കിലും ഷോപ്പിലേക്ക് കയറുമ്പോ ആരെങ്കിലും ഒരാൾ ടീച്ചറെ വിളിച്ചിട്ട് വരും. പക്ഷെ ആരും വിളിച്ചിട്ടില്ല. എറണാകുളത്തൊക്കെ പോകുമ്പോ ചിലപ്പോ കാണുമ്പോൾ വിളിക്കില്ല. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ വിളിച്ചാല് ഞാൻ ഇന്നതാണ് ടീച്ചറെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സംസാരിക്കുന്നത് വേണ്ടി ക്ഷണിച്ചു. സംഗമൻ ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരായിരുന്ന സുധാകരൻ മാസ്റ്റർ, ജയശ്രീ ടീച്ചർ, മുരളി മാഷ്, പുഷ്പേച്ചി, പിന്നെ ഒരു ഫ്രണ്ടായിരുന്ന രാധ ടീച്ചർ, ഇപ്പോഴത്തെ എച്ചമായിരിക്കുന്ന റീജ ടീച്ചർ, സദസ്സിലിരിക്കുന്ന ഇവിടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകര്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, 31 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ ഉള്ള എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കൊച്ചു കുട്ടികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ നമസ്കാരം പറയുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. തങ്കവ ടീച്ചർ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു വേദി കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. കുട്ടികളെ വീട്ടിൽ കണ്ടിട്ട് എത്രയോ വർഷത്തിന് ശേഷം. ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും എല്ലാവരും എന്നെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്നേഹം മതി. ഒരു അധ്യാപിക എന്ന നിലയിൽ എപ്പോഴും ടീച്ചർക്ക് സന്തോഷം തോന്നാ. ഇനിയും ഇത്തരം ഈ പരിപാടി സംഘടിപ്പിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ കുട്ടികൾക്കും ഒരുപാട് ആശംസകൾ പറയുന്നു. സർവീശ്വരൻ എല്ലാവിധ സർവ്വവിധ മംഗളങ്ങളും ഐശ്വര്യവും ആരോഗ്യവും ആയുസ്സും ഒക്കെ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ടീച്ചർ നിർത്തുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്, പറഞ്ഞാലും തീരില്ല. കൊച്ചു കുട്ടികളായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ മനസ്സിൽ. എല്ലാവരും വലുതായി, അച്ഛന്മാരായി, അമ്മമാരായി. എന്നാലും നിങ്ങൾ ഇന്ന് 4ാം ക്ലാസ്സിലുള്ള കൊച്ചു കുട്ടികളായിട്ടാണ് എന്റെ മനസ്സിലുള്ളത്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഇനിയും നിങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സർവീസിന് അനുഗ്രഹിക്കട്ടെ മക്കളെ. എല്ലാവരും പറയുന്നത് വേദിയിലിരിക്കുന്ന പ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ എനിക്ക് വലിയായ സന്തോഷമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും ധൈര്യം വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പണ്ടെന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുവരില്ലേ പാട്ട് പാടാൻ ഓർത്തു. പല ഓർമ്മകളും മനസ്സിൽ പറഞ്ഞു. ഉണ്ണീനെ മനസ്സിലായില്ല, പിന്നെ ഉണ്ണിയെ മനസ്സിലായി. അതുകൊണ്ട് ഈ സംഘടിപ്പിച്ച എല്ലാവർക്കും എന്റെ എല്ലാവരും ആശംസകളും നമസ്കാരം. ഇത് സംസാരിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്. എന്നാലും കെട്ടുവാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് അവിടെ എനിക്കിത്. വളരെ സന്തോഷമുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ടാണ് ക്ഷണിച്ചത്.
വിജേഷ്, ഞാൻ അവനെ ഒരുപാട് അഭിനന്ദിക്കുന്നു. അതുപോലെ എനിക്ക് പറയാനുള്ള എല്ലാവർക്കും, എൻ്റെ എല്ലാ മക്കൾക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ തമിഴ് ടീച്ചറെ കണ്ണാടി അണിയിക്കാൻ വേണ്ടി ഞാൻ ദിവ്യ ക്ഷണിച്ചു. അടുത്തതായി സുധാര മാഷെ കൊണ്ടാടി എടുക്കുന്നതിന് അക്ബറെ ക്ഷണിച്ചോളൂ. അടുത്തത് ജയശ്രീ ടീച്ചറാണ്. ജയശ്രീ ടീച്ചറെ കൊണ്ടാടി അണിയിക്കുന്നതിന് ഷീജ ക്ഷണിച്ചോളൂ. മുരളിമാഷെ കൊണ്ടാടി അണിയിക്കുന്ന വിനോയെ ക്ഷണിച്ചോളൂ. അടുത്ത ഉഷ ടീച്ചറെ കൊണ്ടാടി അണിയിക്കുന്നതിന് സൗമ്യ ക്ഷണിച്ചോളൂ. അടുത്തതായി പുഷ്പ ടീച്ചറെ കൊണ്ടാടി വിളിച്ച് ആദരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി സരിക ക്ഷണിച്ചോളൂ. അടുത്തതായി രാധ ടീച്ചറെ ആദരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട വിനോദനെ ക്ഷണിച്ചോളൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്.